അപ്പോ എക്സസൈസ് എത്രയായിരുന്നു? 4. 4-ലെ എത്രാമത്തെ ചോദ്യം? ക്വസ്റ്റ്യൻ നമ്പർ 3. ഒരു ഫിഗർ തന്നിട്ടുള്ള ചോദ്യമാണല്ലേ. ഞാൻ ആ ഫിഗർ ഒന്ന് ബോർഡിലേക്ക് വരയ്ക്കാം. ഫിഗർ അല്ലാതേക്കുന്നേ തല്ലു പഠിക്കരുത്. വായിച്ചാണ് ചോദ്യം. A quadrilateral is drawn with the midpoint of the sides of a right triangle and its square corner as vertices. അതെന്താ ചോദ്യം? A quadrilateral is drawn. എന്താ quadrilateral എന്ന് വെച്ചാൽ 4 സൈഡ് ഉള്ള ഒരാളെ വരച്ചിരിക്കുന്നു. എങ്ങനെ? With the midpoints of the sides of a right triangle. നോക്കാം, ഈ റൈറ്റ് ട്രയാങ്കിൾ അവിടെ നോട്ടിനകത്തിൽ എന്തെങ്കിലും പേര് കൊടുത്തിട്ടുണ്ടോ? ആൻസറിനകത്ത് ABC റൈറ്റ് ട്രയാങ്കിളിന് മട്ട ത്രികോണത്തിന് നമ്മള് ABC എന്ന് പേര് കൊടുത്തു. AB-യുടെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ്. BC-യുടെ മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ്. AC-യുടെ മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ് Q. അപ്പൊ 3 പേര് ആരൊക്കെയാണ്? നമ്മുടെ ട്രയാങ്കിളിന്റെ, നമ്മുടെ ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ 3 സൈഡുകളുടെ മധ്യബിന്ദുക്കൾ, മിഡ് പോയിന്റുകൾ. ആരൊക്കെയത്? P, Q, R. ഈ ഒരാളൂടില്ലേ? അയാൾ ആരാ? B ആരാ? B ആരാ? പറഞ്ഞു. B ആരാ? and its square corner as vertices. ദാണ്ടെ റൈറ്റ് ട്രയാങ്കിളിന്റെ സ്ക്വയർ കോർണർ എന്ന് പറഞ്ഞാൽ അവിടെയാണ് എത്ര ഡിഗ്രി ഉണ്ടാകുന്നത്? 90. ഇവരെ ഇത്രയും പേരെയും ചേർത്ത് എന്ത് വരച്ചിരിക്കുന്നു? ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിരിക്കുന്നു. ഇതേക്ക് ചോദ്യം ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇനി എന്താണ് ഒന്നാമത്തെ ചോദ്യം? പ്രൂവ് ദാറ്റ് this quadrilateral is a rectangle. ഈ പടത്തിൽ കാണുന്ന PQRB ആരാണെന്ന് പ്രൂവ് ചെയ്യണം. റെക്ടാങ്കിൾ ആണ്, ചതുരമാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ശരി. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? What fraction of the area of the triangle is the area of the rectangle? ഈ പടത്തിൽ കാണുന്ന ട്രയാങ്കിളിന്റെ ഏരിയയും ഈ പടത്തിൽ കാണുന്ന റെക്ടാങ്കിളിന്റെ ഏരിയയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം കൂടി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ചോദ്യങ്ങൾക്ക് ക്ലിയർ ആയോ? ഓൾ സ്റ്റാൻഡേർഡ് ചോദ്യം വായിച്ചു നോക്കട്ടെ എല്ലാവരും. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായോ? വായിച്ചാട്ടെ. ഹലോ, വായിച്ചാട്ടെ. P and R are the midpoints of the sides AB and BC. AB എന്ന് പറയുന്ന സൈഡിന്റെ മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ് P. BC-യുടെ മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ് R. കൂടാതെ ആംഗിൾ ബി എത്ര ഡിഗ്രിയാണ്? ഈ പറഞ്ഞ 3 കാര്യങ്ങളുടെ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇനി അങ്ങനാണെന്നുണ്ടെങ്കിൽ PQ ഈക്വൽ BC/2. ശരി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ക്ലാസ്സിലും പഴയ തിയറി വീണ്ടും വായിക്കുന്നത്. എങ്ങനെയാണ് ഈ PQ ഈ BC-യുടെ പകുതിയാകുന്നത്? കാരണം പറഞ്ഞാട്ടെ, ഒരു ട്രയാങ്കിളിലെ ഒരു ത്രികോണത്തിലെ ഏതാ ട്രയാങ്കിൾ ത്രികോണം? ABC. അതിന്റെ 2 വശങ്ങൾ, 2 സൈഡുകൾ ആരൊക്കെ? AB-യും AC. അവരുടെ മധ്യബിന്ദുക്കളെ, മിഡ് പോയിന്റുകളെ അതാരൊക്കെയാ? B-യും Q. ഇവരെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വര അതാരാ? PQ. ആ PQ എന്തൊക്കെ പ്രത്യേകതയുണ്ട്? അയാൾ 3ാമത്തെ സൈഡായ BC-യോട് പാരലലാണ്, സമാന്തരമാണ്.
കൂടാതെ അയാളുടെ നീളം മൂന്നാമത്തെ വശമായ മൂന്നാമത്തെ സൈഡായ ബി സിയുടെ നീളത്തിന്റെ പകുതി ആയിരിക്കും. ബുദ്ധിമുട്ടെന്തെങ്കിലും? അടുത്ത പോയിന്റ് പി ക്യു ഈക്വൽ പി ക്യു ഈക്വൽ ബി ആർ ആണ്. പി ക്യുവിന്റെ നീളം ബി സിയുടെ നീളത്തിന്റെ അല്ല, അത് മനസ്സിലായി. അതെങ്ങനെ ബി ആർ ആകുന്നത്? അതെങ്ങനെ ബി ആർ ആകുന്നത്? ഈ ആറെന്ന് പറയുന്നത് ബി സിയുടെ ആരാണ്? മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ്. ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടോ? അടുത്ത പി ക്യു പാരലൽ ബി സി. ഇതിന്റെ അഭിപ്രായം എന്തെങ്കിലും? ഈ പി ക്യു ആർക്ക് പാരലാണ്? ബി സിക്ക് പാരലാണ്. അങ്ങനാണെങ്കിൽ പി ക്യു പാരലൽ ബി ആർ ആയിരിക്കുമോ? പി ക്യു ബി സിക്ക് മൊത്തത്തിൽ പാരലൽ. അപ്പൊ പി ക്യു ബി സിയുടെ ഒരു പാർട്ടായ ആർക്കും പാരലായിരിക്കും, ബി ആറിനും പാരലായിരിക്കും. ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ അടുത്ത വായിച്ചാട്ടെ. ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ ബി. ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ ബി is a parallelogram. ആരാണ്? അതെങ്ങനെ പാരലോഗ്രം ആയിരുന്നു? എട്ടാം ക്ലാസ്സിൽ പഠിച്ചത്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആകുന്ന ക്വാഡ്രിലാറ്ററിനെ വിളിക്കുന്ന പേരാണ് പാരലോഗ്രം. പി ക്യൂവും ബി ആറും എങ്ങനെയാണ്? പാരലലാണ്. പാരലൽ ആണെങ്കിൽ അത് ആരായിരിക്കും? പാരലോഗ്രം ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെങ്കിൽ അത് ആരായിരിക്കും? ഇനി ആ പാരലോഗ്രം എന്താണെന്ന് തെളിയിക്കണം. റെക്ടാങ്കിൾ ആണെന്ന്. പാരലോഗ്രം റെക്ടാങ്കിൾ ആണെന്ന് തെളിയിക്കണം. ഒറ്റ പണിയുള്ളൂ. ആംഗിൾസ് 90 ഡിഗ്രി ആണെന്ന് തെളിയിച്ചാൽ മതി. പാരലോഗ്രത്തിന്റെ ആംഗിൾസ് 90 ഡിഗ്രി ആകുമ്പോഴാണ് അത് ആരായി മാറുന്നത്? റെക്ടാങ്കിൾ ആയി മാറുന്നത്. ആരായിട്ട് മാറുന്നത്? നോക്കിയാട്ടെ, ആൻസറിനകത്ത് നോക്കിയാട്ടെ. ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ ബി ഈസ് എ പാരലോഗ്രം. ബാക്കി വെച്ചാട്ടെ. ആംഗിൾ ബി എത്ര ഡിഗ്രിയാ? ആംഗിൾ ബി എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. ആര് പറഞ്ഞു? ഓൾറെഡി ക്വസ്റ്റിനെ പറയുന്നുണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന്. അപ്പൊ ആംഗിൾ ബി എത്ര ഡിഗ്രി ആയിരിക്കും? അപ്പൊ അങ്ങനെ ആണെങ്കിൽ ആംഗിൾ പി, ആംഗിൾ ക്യൂ, ആംഗിൾ ആർ, ഇവരൊക്കെ എത്ര ഡിഗ്രി ആയിരിക്കും? അതങ്ങനെ അവരൊക്കെ 90 ഡിഗ്രി. ഇവിടത്തെ ആംഗിൾ ഓൾറെഡി 90 ആണ്. എനിക്കറിയേണ്ടത് ഈ ബാക്കി ആംഗിൾ ഒക്കെ എങ്ങനെ 90 ഡിഗ്രി ആയിരുന്നു? അതിന്റെ ഓപ്പോസിറ്റ് നോക്കാം. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ആരാ? എ ബിയുടെ മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റിലൂടെ ഈ ബി സിക്ക് പാരലായിട്ടല്ലേ പി ക്യു വരച്ചു വെച്ചേക്കുന്നത്. ബി സിക്ക് പാരലാണ് പി ക്യു എങ്കിൽ ഈ ആംഗിൾ ഉറപ്പായി എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ? ബി സിയും പി ക്യൂവും എങ്ങനെയാണ്? പാരലാണ്. ഇവർക്കിടയ്ക്കുള്ള അകലം ഈക്വൽ ആകണമെങ്കിൽ ഇത് ഉറപ്പായും എത്ര ഡിഗ്രി ആയിരിക്കണം? ഇത് 90 കുറവായാൽ സംഭവിക്കുന്ന സംഗതി ഇതിപ്പോ ഇങ്ങനെ ഇരിക്കും എന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ട് ഇത് കുറച്ചുകൂടെ മുന്നോട്ട് നീട്ടി വരച്ചാൽ ആരെ പോയി കൂട്ടിയിടിക്കും? ബി സിയെ പോയി കൂട്ടിയിടിക്കും. ആരെ പോയി കൂട്ടിയിടിക്കും? കൂട്ടിയിടിക്കാതിരിക്കണമെങ്കിൽ ഇത് എങ്ങനെ തന്നെ വരയ്ക്കണം? ഈ ക്ലാസ് റൂമിൽ നിങ്ങൾ നോക്കിക്കേ. 1 2 3 4 5 6 തൂണ് അവിടെ ഉണ്ട് കേട്ടോ. ഈ 6 തൂണുകൾ പരസ്പരം പാരലായിട്ടല്ലേ ഇട്ടേക്കുന്നത്? ആണോ? ആ പാരലായ തൂണുകൾ തറയുമായിട്ട് എത്ര ഡിഗ്രിയിലാണ്? 90 ഡിഗ്രിയിൽ. എത്ര ഡിഗ്രിയിലാണ്? അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? അപ്പൊ ഇത് 90 ആണെങ്കിൽ പിന്നുള്ള ബാക്കി 2 എത്ര ആയിരിക്കും? അപ്പൊ പാരലോഗ്രത്തിന്റെ 4 ആംഗിളുകൾ എത്ര ഡിഗ്രി ആയി? 90 ഡിഗ്രി ആയി. 90 ഡിഗ്രി ആയെങ്കിൽ
ഈ പി ക്യു ആർ ബി ആരായിരിക്കും? പി ക്യു ആർ ബി അപ്പൊ ഒന്നുകൂടെ നമ്മൾ ആദ്യമേ ചാടി കയറി റെക്ടാങ്കിൾ ആണ് ചതുരമാണെന്നല്ല തെളിയിച്ചത്, പിന്നെന്ത് തെളിയിച്ചത്? അപ്പൊ നമ്മൾ ആദ്യം പരിഗണിച്ചു എ ബിയുടെ മിഡ് പോയിന്റ് ആണ്, ബി സിയുടെ മിഡ് പോയിന്റ് ആണ് 6, എ സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? പി ക്യു എന്ന് പറയുന്നത് ബി സിയുടെ പകുതിയാണ്. കാരണം അറിയാമല്ലോ. ഓക്കെ, പി ക്യു എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? അതെങ്ങനെ ഈക്വലായി? ബി സിയുടെ പകുതിയാണ് ആരെന്ന് പറയുന്നത്. ഇനി പി ക്യു ആരോട് പാരലാണ്? ബി സിയോട് പാരലാണ്. പി ക്യു ബി സിയോട് പാരലാണെങ്കിൽ പി ക്യു ആർക്കും പാരലായിരിക്കും. അപ്പോ പി ക്യുവും ബി ആറും ഈ കോട്ടിലാട്ടുന്ന രണ്ട് ഓപ്പോസിറ്റ് സൈഡുകളല്ലേ, അവരെങ്ങനെയാണ്? പാരലാണ്. അവര് പാരലാണെങ്കിൽ പി ക്യു ആർ ബി ആരായിരിക്കും? പാരലോഗ്രായിരിക്കും. ഈ പാരലോഗ്രത്തെ ഇനി നമുക്ക് എന്താക്കണം? റെക്ടാങ്കിൾ ആക്കണം. പാരലോഗ്രത്തെ റെക്ടാങ്കിൾ അയ്യോ പാരലോഗ്രത്തെ റെക്ടാങ്കിൾ ആക്കണമെങ്കിൽ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വരണം? 90 ഡിഗ്രി. ഇതിൽ നമുക്ക് അറിയാവുന്ന ഒരു സംഗതി, ഈ ആംഗിൾ ബി എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. ആംഗിൾ ബി എത്ര ഡിഗ്രിയാണ്? അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ പിയുടെ ആംഗിൾ എങ്ങനെയാണ് 90 ഡിഗ്രി വന്നേ? ഈ ബി സിക്ക് പാരലായിട്ടാണ് ആരെ വരച്ചു വെച്ചേക്കുന്നത്? പി ക്യു. അങ്ങനെ പാരലാകണമെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി വരണം? 90 ഡിഗ്രി. ഇത് രണ്ടും 90 ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഇവൻ രണ്ടുപേരും അതങ്ങനെ ഓപ്പോസിറ്റ് കിടക്കുന്ന 90 ഡിഗ്രി. പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആണ്. പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ 90 ആണെങ്കിൽ ഇവിടെ 90 ആണെങ്കിൽ ഇവിടത്തെ ഡിഗ്രി വരും. അപ്പൊ 4 ആംഗിളും 90 ഡിഗ്രി ആയ പാരലോഗ്രത്തിനെ വിളിക്കുന്ന പേരാണ് പാരലോഗ്രത്തിനെ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കിൾ. ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും ഇവിടെ കിട്ടിയോ? ഇതല്ലേ തെളിയിക്കേണ്ടത്? ഓൾ സ്റ്റാൻഡപ്പ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇതേക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. ഈ പടത്തിൽ ആദ്യം ഉണ്ടായിരുന്ന എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയയും അതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പി ക്യു ആർ ബി എന്ന് പറയുന്ന ഇപ്പൊ റെക്ടാങ്കിൾ ആണെന്ന് തെളിയിച്ച ആളിന്റെയും ഏരിയ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചല്ലേ ചോദ്യം. എല്ലായിട്ടും അടച്ചു നോക്കാം. ഇങ്ങോട്ട് നോക്കി, ഏരിയ ഓഫ് triangle, area of the rectangle, area of the rectangle. ഏത് റെക്ടാങ്കിൾ? പി ക്യു. അറിയാവുന്ന കാര്യം പറഞ്ഞോ. എങ്ങനെയാണ് റെക്ടാങ്കിളിന്റെ ഏരിയ, ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, എൽ ഇൻറ്റു ബി. നമ്മുടെ പടം അനുസരിച്ച് ആരാണ് ലെങ്ത്, നീളം? രണ്ടാലും കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ നോട്ടിനകത്ത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഡി ആർ ഇൻറ്റു ആരാണ് ബ്രെഡ്ത്ത്? പി ബി. ഇതിലാർക്കെങ്കിലും ഇതിനെ അഭിപ്രായമുണ്ടോ? ഈ ബി ആറിനെ പടത്തിലൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറയണം, മറ്റേതെങ്കിലും വിധത്തിൽ നിങ്ങൾക്കൊന്ന് എഴുതാൻ പറ്റുമോ? ഹാഫ് ബി സി അല്ലേ? ബി സിയുടെ പകുതിയാണ് ആരെന്ന് പറയുന്നത്? ആരാ? ബി ആർ. ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ആർ. അപ്പൊ ബി ആർ എന്ന് പറയുന്നത് ബി സിയുടെ പകുതിയാണ്. ഇൻറ്റു അപ്പൊ പി ബി എന്ന് പറഞ്ഞിട്ട് ഹാഫ് എ ബി. ഇതിലാർക്കെങ്കിലും എപ്പോഴും വ്യത്യാസമുണ്ടോ? ഇല്ല. രണ്ടിടത്ത് നിന്ന് നിങ്ങൾക്ക് ആരെ കോമൺ ആയിട്ട് എടുക്കാം? ഒരു ഹാഫിനെ കോമൺ ആയിട്ട് എടുക്കാം. അങ്ങനെ ഹാഫിനെ കോമൺ ആയിട്ട് എടുത്താൽ എന്ത് വരും? ഹാഫ് ഇൻറ്റു ഹാഫിനെ കോമൺ ആയിട്ട് എങ്ങനെ എടുക്കും? ഇത് ഇൻറ്റു ചെയ്തേക്കുമല്ലേ. ഇൻറ്റു ചെയ്തേക്കുന്നതിനകത്ത് കോമൺ എടുക്കാൻ പറ്റും. ഇപ്പോ ഹാഫ് എ ബി പ്ലസ് ഹാഫ് ബി സി എന്നാണെങ്കിൽ നമുക്ക് ആരെ കോമൺ എടുക്കാം? ഹാഫിനെ കോമൺ എടുക്കാം. പക്ഷെ ഇവിടുത്തെ ചിഹ്നം എന്തും
ഇൻറ്റു. അപ്പൊ ഞാൻ ഒരു ഹാഫ് ഇങ്ങോട്ട് മാറ്റി നിർത്തി. ആരെങ്കിലും മാറ്റി നിർത്തി? ഒരു ഹാഫിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തി. ആരെ മാറ്റി നിർത്തി? എന്നിട്ട് ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ ബി എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? മൊത്തത്തിൽ രണ്ട് ഹാഫാണ് ഉള്ളത്. എല്ലാ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഒരു ഹാഫിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി നിർത്തി. ബാക്കിയുള്ള ഹാഫും ബി സിയും എ ബിയും കൂടെ നസ്രെ ഒരുമിച്ച്. അപ്പൊ ഹാഫ് ഇൻറ്റു, നിങ്ങളൊന്ന് പടത്തെ നോക്കിയിട്ട് പറഞ്ഞേ, ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ ബി ആരാ? ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ ബി. ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പൊ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയയുടെ പകുതിയാണ് ആരുടെ ഏരിയ? റെക്ടാങ്കിളിന്റെ ഏരിയ. ആരുടെ ഏരിയ? റെക്ടാങ്കിളിന്റെ ഏരിയ. നിങ്ങൾ പറയണോ? നോക്കിക്കേ, നമ്മൾ ആരുടെ ഏരിയ ആദ്യം കണ്ടുപിടിക്കാൻ നോക്കി? പി ക്യു ആർ ബി എന്ന് പറയുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ. എങ്ങനെയാണ് റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമ്മുടെ ഫിഗർ അനുസരിച്ച് ആരാ ലെങ്ത്? ഒന്നെങ്കിൽ ബി ആർ അല്ലെങ്കിൽ പി ക്യു. നമ്മൾ എഴുതി ബി ആർ ഇൻറ്റു ആരാ ബ്രെഡ്ത്ത്? പി ബി. അപ്പൊ ഈ ബി ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു അതുപോലെ തന്നെ ഇട്ടു. പി ബി എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു. ഈ രണ്ടിടത്തുള്ള ഹാഫിനകത്ത് നിന്ന് ഒരു ഹാഫ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി നിർത്തി. കോമൺ എടുത്തല്ല, ഒരു ഹാഫ് ഇങ്ങോട്ട് മാറ്റി നിർത്തി. ഹാഫ് ഇൻറ്റു ബി സി ഇൻറ്റു എ ബി. ഹാഫ് ഓടെ നിൽക്കട്ടെ. ഹാഫ് ഇൻറ്റു ബി സി ആരാ? നമ്മുടെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ബേസ് ആണ് ബി സി. എ ബി ആരാ? ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ ആരാ? ഏരിയയാണ്. ആരാണ്? അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പൊ റെക്ടാങ്കിളിന്റെ ഏരിയയും ട്രയാങ്കിളിന്റെ ഏരിയയും തമ്മിലുള്ള ബന്ധം എന്താണ്? ട്രയാങ്കിളിന്റെ ഏരിയയുടെ പകുതിയാണ് ആരുടെ ഏരിയ? റെക്ടാങ്കിളിന്റെ. ഇത് നോട്ടിലുണ്ടോ നോക്കിക്കേ. The area of the rectangle is half the area of the triangle. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഇതൊക്കെ മനസ്സിലായോ? Yes, sir. വായിച്ചു നോക്കാം. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ചോദ്യം വായിച്ചോട്ടെ. In the two pictures below. അങ്ങനെ പറയാൻ കാര്യം, താഴെ എത്ര പിക്ചർ ഉണ്ട്? രണ്ടെണ്ണം. The first one shows two triangles formed by joining the ends of a line to 2 points above it. The first one shows two triangles. കാരണം അങ്ങനെ പറയാൻ കാര്യം, ആ പടത്തിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ട്? 2 ട്രയാങ്കിൾ ഉണ്ട്. ഒരു വലിയ ട്രയാങ്കിളും അതിനകത്തൊരു ചെറിയ ട്രയാങ്കിൾ. എങ്ങനെ ഉണ്ടായത്? ഫോംഡ് ബൈ ജോയിനിങ് ദി എൻഡ്സ് ഓഫ് എ ലൈൻ ടു 2 points above it. അർത്ഥം മനസ്സിലായോ? ഏത് എൻഡ് പോയിന്റ്സ്? വലിയ ട്രയാങ്കിളിന് വലിയ ട്രയാങ്കിളുണ്ട്. വലിയ ട്രയാങ്കിളിന്റെ എൻഡ് പോയിന്റ്സ് ആ 2 എൻഡ് പോയിന്റിൽ നിന്ന് മുകളിലോട്ടൊരു വര വരച്ചിട്ടാണ് ആരെ ഉണ്ടാക്കിയത്? നോക്കാം. The first one shows 2 triangles formed by joining the ends of a line to 2 points above it. സുഹൃത്തുക്കൾ നോക്കൂ, അർത്ഥം ഇതാണ്. ഈ താഴത്തെ വര മാത്രം നിങ്ങൾ ആദ്യം പരിഗണിക്കാം. പടം വരച്ചു തുടങ്ങുമ്പോൾ ആര് മാത്രമേ ഉള്ളൂ? താഴത്തെ വര.
ആ വരയുടെ മുകൾ വശത്തുള്ള ഒരു പോയിന്റ് ആണ് ഇത്. ആ വരയ്ക്ക് മുകളിലുള്ള രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് ഇത്. ഈ ആദ്യം വരച്ച വരയുടെ രണ്ട് എൻഡ് പോയിന്റ്സിനെ രണ്ട് അഗ്രബിന്ദുക്കളെ മുകളിലത്തെ വരയിലോട്ട് യോജിപ്പിച്ചപ്പോൾ നമുക്കൊരു ചെറിയ ട്രയാങ്കിൾ, ഒരു ചെറിയ ത്രികോണം കിട്ടി. അതേ വരയുടെ തന്നെ എൻഡ് പോയിന്റ്സിനെ അഗ്രബിന്ദുക്കളെ അതിന്റെ മുകളിലുള്ള പോയിന്റിലോട്ട് യോജിപ്പിച്ചപ്പോ നമുക്കൊരു വലിയ ട്രയാങ്കിളും കിട്ടി. ഇത്രയും കാര്യം ഓക്കെയാണോ? നിങ്ങൾ പറയണം. ആദ്യം ഈ താഴത്തെ വര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വരയുടെ മുകളിലായിട്ട് 1, 2 നമ്മൾ എന്ത് ചെയ്തു? ഈ താഴത്തെ വരയുടെ രണ്ടറ്റങ്ങളെ അതിന് ഈ പോയിന്റിലോട്ട് യോജിപ്പിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ചെറിയ ട്രയാങ്കിൾ കിട്ടി. പിന്നെ അടുത്തത് അതിന്റെ മുകളിലുള്ള പോയിന്റിലോട്ട് യോജിപ്പിച്ചപ്പോ ഒരു വലിയ ട്രയാങ്കിൾ എന്ത് ചെയ്തു? കിട്ടി. അത്രയും കാര്യം ഓക്കെ ആയോ? ദേഹക്ക് അത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ. ഇനി രണ്ടാമത്തെ ഫിഗറിനെ കുറിച്ച് എന്തോ പറയുന്നത് വായിച്ചാട്ടെ. സെക്കൻഡ് ഫിഗറിനെ കുറിച്ച്. The second one shows the quadrilateral formed by joining the midpoints of the left and the right side of these triangles. Okay. ഇച്ചോട് വലുതാക്കി വരയ്ക്കുന്നത് കേട്ടോ. ഇത് രണ്ട് ട്രയാങ്കിളാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗറിനകത്തുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേണ്ടേ? ഈ ലെഫ്റ്റിലുള്ള സൈഡിന്റെയും റൈറ്റിലുള്ള സൈഡിന്റെയും എന്തെടുക്കണം? മിഡ് പോയിന്റ് എടുക്കണം. എന്തെടുക്കണം? അതേപോലെ ഈ വരയുടെ ഈ രണ്ട് വരയുടെ എന്തെടുക്കണം? മിഡ് പോയിന്റ്. ഇവരെ യോജിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് എന്ത് വരയ്ക്കണം? ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണം. എന്ത് വരയ്ക്കണം? ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണം. ഇത്രയും കാര്യം കിട്ടിയല്ലോ. ഫോംഡ് ബൈ ജോയിനിങ് the midpoints of the left and right side of these triangles. അത്രയും കാര്യം ഓക്കെ ആണോ? ഒരു സെക്കൻഡ്. അപ്പൊ ഈ പാഠത്തിലെ ചോദ്യങ്ങളൊക്കെ പ്രത്യേകത ഇങ്ങനെയാണ്. എക്സ്പ്ലനേഷൻ ഇത്തിരി കൂടുതലുള്ള പാഠങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ആദ്യം താഴെ ഒരു വര, ആ വരയുടെ രണ്ടറ്റത്ത് നിന്ന് മുകളിലോട്ട് ആദ്യം ഒരു വര വരച്ച് ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ടാക്കി, ചൂട് നീട്ടി വരച്ച് വേറെ വലിയ ട്രയാങ്കിൾ ഉണ്ടാക്കി. ഈ മുകളിലോട്ട് വരച്ച 1, 2, 3, 4 വരകളില്ലേ? 4 വരകളില്ലേ? ആ 4 വരകളുടെ മിഡ് പോയിന്റുകളെ, മധ്യബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ട് എന്ത് വരച്ചിരിക്കുന്നു? ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചാട്ടെ. പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരല്ലോഗ്രാം. ഈ വരച്ചു വെച്ചേക്കുന്ന ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം ആരാണെന്ന് തെളിയിക്കണം. പാരല്ലോഗ്രാം ആണ്, സാമാന്തരികമാണെന്ന് തെളിയിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു. അത്രയും മാത്രം എന്ത് ചെയ്താൽ മതി. അല്ല, കഴിഞ്ഞ ദിവസം ടെക്സ്റ്റൊക്കെ വേറെ ഉണ്ടായിരുന്നു. ഡിസ്ക്രൈബ് ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ്സ് ഓൺ ടോപ്പ് ഫോർ ദിസ് ക്വാഡ്രിലാറ്ററൽ ടു ബി എന്ന് പറഞ്ഞ് വീണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ചോദ്യം. ഫസ്റ്റ് പാർട്ട് മാത്രമേ ഉള്ളൂ. ഹലോ, ഫസ്റ്റ് ഒറ്റ പാർട്ട് മാത്രമേ ഉള്ളൂ. പ്രൂവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ സർക്കാർ നിങ്ങളോട് കരുണ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഇതിന്റെ പേരൊക്കെ കൊടുക്കണമല്ലേ? എങ്ങനെയാ പേര് കൊടുത്തേക്കെന്ന് പറഞ്ഞാട്ടെ. നമ്മുടെ ട്രയാങ്കിളിന്റെ പേര് ABC ആണോ? AB. ഇതിന്റെ മിഡ് പോയിന്റ് വേണമല്ലോ. ഇത് P, ഇത് Q, ഇത് R, ഇത് S. ഈ പോയിന്റ് പേരില്ലാത്തോണ്ട് പ്രശ്നം വേണ്ട. നമ്മളെല്ലാവർക്കും എന്ത് കൊടുത്തു? പേരൊക്കെ കൊടുത്തു. ഒരാളുടെ എക്സ്ട്രാ ഉണ്ട്, നമുക്ക് പുറകാലെ പറയാം. വായിച്ചാട്ടെ. ഇൻ ട്രയാങ്കിൾ ABM. ശ്രദ്ധിച്ചിരിക്കണം. ഇൻ ട്രയാങ്കിൾ ABM. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഈ പടത്തിലുണ്ടോ? ഇവിടെ നോക്കണം. ഹലോ, രാമിക പാടാം. ഇവിടെ നോക്കണം. അങ്ങനെ ട്രയാങ്കിൾ ഈ പടത്തിലുണ്ടോ? ഉണ്ട്. ഏതാ ട്രയാങ്കിളാ?
അതിനകത്ത് വേറെ രണ്ടുപേരും അവരാരൊക്കെയാ? എ എമ്മിന്റെ മിഡ് പോയിന്റ് ആണ് മധ്യബിന്ദുവാണ്. ബി എമ്മിന്റെ മധ്യബിന്ദുവാണ് മിഡ് പോയിന്റ് ആണ്. അവരെ യോജിപ്പിച്ചുകൊണ്ട് പി ക്യു എന്ന് പറയുന്ന ഒരു വരയുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന മിഡ് സെക്ഷൻ ഐഡിയ ആയില്ലേ? ബാക്കി പറഞ്ഞാട്ടെ. PQ equal half equation number. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ ABC ഏതാണ്? അങ്ങനെ ഒരു ട്രയാങ്കിൾ പടത്തിലുണ്ടോ? ഏത് ട്രയാങ്കിൾ? വലിയ ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ ആണ്? വലിയ ട്രയാങ്കിൾ. വലിയ ട്രയാങ്കിളിന്റെ പേര് ABC. ABCക്കകത്ത് AC-യുടെ മിഡ് പോയിന്റ് ആണ് എസ്. BC-യുടെ മിഡ് പോയിന്റ് ആണ്. ഇവരെ രണ്ടുപേരും കൂടെ യോജിപ്പിച്ചുകൊണ്ട് വരച്ച വരെയാണ് SR. അങ്ങനല്ലേ രാമി? അങ്ങനെയാണെങ്കിൽ ബാക്കി പറഞ്ഞാട്ടെ. SR ഈക്വൽ ഹാഫ് ഓഫ് എനിക്ക് ഞാൻ ഓരോന്നും കൊണ്ടുവരുവാ, പേടിക്കണ്ട. അതെ, ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ PQ ആർക്ക് പാരലലാണ്? ABക്ക് പാരലലാണ്. ഈ ഫിഗറിൽ SR ആർക്ക് പാരലലാണ്? ABക്കും പാരലലാണ്. ഇവിടെ വരെ ഇതിന് കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ഇനി ഒന്നും രണ്ടൂടെ നിങ്ങളൊന്ന് ചേർത്ത് വായിച്ചേ. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് ചേർത്ത് വായിച്ചേ. PQ is equal to ആര് പറഞ്ഞു? വേണ്ടേ? PQ ഈക്വൽ ഹാഫ് ഏരിയ, SR ഈക്വൽ ഹാഫ് ഏരിയ. രണ്ടിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ അല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ PQ എന്തിനോട് ഈക്വൽ ആകണം? SR-നോട് ഈക്വൽ ആകണം. ഓക്കെ, നോക്കാം. PQ എന്തിനോട് ഈക്വൽ ആണ്? SR. ഈ കോട്ടിലാഡറിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡുകൾ എങ്ങനെയാണ്? ഇനി പാരലോഗ്രാം തെളിയിക്കാൻ ഒരു കാര്യം കൂടെ മതി. ആ ഓപ്പോസിറ്റ് സൈഡുകൾ എന്താണെന്ന് ഇവിടെ കിട്ടിയാൽ മതി. നോക്കിക്കേ, ഇവിടെ അങ്ങനെ വല്ല ഐഡിയ ഉണ്ടോന്ന്. PQ ശ്രദ്ധിക്കണം. PQ ABയോട് പാരല്ല. എന്നെ നോക്കേണ്ട കാര്യമില്ല, പടത്തിൽ നോക്കണം. PQ ആർക്ക് പാരലാണ്? വേണ്ടേ? അതിന്റെ നേരെ മുകളിൽ കിടക്കുന്ന സൈഡായ SR അതേ ABക്ക് തന്നെ പാരലല്ലേ? അല്ലേ? അപ്പൊ അങ്ങനാണെങ്കിൽ ഈ PQ SR എങ്ങനായിരിക്കും? പാരലായിരിക്കും. PQ പാരലൽ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമായി, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമായി. അപ്പൊ ഇതെന്തായി സാധനം? പാരലലോഗ്രമായി മാറി. എന്തായി മാറി? അപ്പൊ ഇത്രയുള്ള പുതിയ പുസ്തകത്തിലേക്ക്. ബാക്കിയൊന്നും പുതിയ പുസ്തകങ്ങളില്ല. ശരി, ഇതേക്ക് മനസ്സിലായോ? പണ്ട് പുരാതന കാലം മുതലേ ഞാനൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴുള്ള ഒരു ചോദ്യമാണ് അഞ്ചാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Prove that the quadrilateral formed by joining the midpoints of any quadrilateral is a parallelogram. Hello, ശ്രദ്ധിക്കുന്നു. ഏതൊരു ക്വാഡ്രിലാറ്ററലിന്റെയും, ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ അർത്ഥം 4 സൈഡുള്ള രൂപം, 4 സൈഡുള്ള, അതിന്റെ 4 സൈഡുകളുടെ മധ്യബിന്ദുക്കളെ, മിഡ് പോയിന്റുകളെ നമ്മൾ ഒരു ഓർഡറിൽ യോജിപ്പിച്ചാൽ, ഒരു ക്രമത്തിൽ യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് തെളിയിക്കണം? ഒരു പാരലോഗ്രാം കിട്ടുമെന്ന് തെളിയിക്കും. അപ്പൊ 4 സൈഡുള്ള, 4 വശമുള്ള ഏത് രൂപം എടുത്തിട്ടും അതിന്റെ 4 സൈഡുകളുടെ 4 വശങ്ങളുടെ മധ്യബിന്ദുക്കളെ, മിഡ് പോയിന്റുകളെ നമ്മൾ ഒരു ഓർഡറിൽ ക്രമത്തിൽ യോജിപ്പിച്ചാൽ എന്ത് കിട്ടുമെന്ന് തെളിയിക്കണം?
ഒരു പാരലോഗ്രാം കിട്ടുമെന്ന് തെളിയിക്കണം. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. ആദ്യം ഒരു ക്വാഡ്രിലാറ്ററൽ ഒന്ന് റഫായിട്ട് വരയ്ക്കാം. എന്താണ് ഈ ക്വാഡ്രിലാറ്ററലിന്റെ പേര്? നമുക്ക് എന്താ വേണം? ഹലോ, നീ എന്താ വേണം? ഇതിന്റെ 4 വശങ്ങളുടെ 4 സൈഡുകളുടെ ആരെ വേണം? മിഡ് പോയിന്റ് വേണം. അപ്പൊ നമ്മള് എ ബിയുടെ മധ്യബിന്ദു മിഡ് പോയിന്റ് ആയിട്ട് എച്ച് എടുത്തു, ബി സിയുടെ മധ്യബിന്ദു മിഡ് പോയിന്റ് ആയിട്ട് ഇ എടുത്തു, സി ഡിയുടെ മധ്യബിന്ദു മിഡ് പോയിന്റ് ആയിട്ട് എഫ് എടുത്തു, എ ഡിയുടെ മധ്യബിന്ദു മിഡ് പോയിന്റ് ആയിട്ട്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പേര് കൊടുക്കുന്ന കാര്യമില്ല, എഴുതുന്നത് എന്തായാലും മതി. ശരിയായോ? ഞാൻ അടുത്ത പരിപാടി ഇവരെ ഒരു ഓർഡറിൽ യോജിപ്പിക്കണം. ആരെയൊക്കെ? ഈ എഫ് യോജിപ്പിക്കണം, എഫും ജിയും യോജിക്കണം, ജി എച്ച് യോജിപ്പിക്കണം, എച്ച് ബി യോജിക്കണം. ഇത് ആരാണെന്ന് തെളിയിക്കണം. ഒരു പാരലോഗ്രാമാണെന്ന് തെളിയിക്കണം. ഇത് ആരാണെന്ന് തെളിയിക്കണം. അപ്പുറത്തെ പയ്യൻ എന്താണ് വായിച്ച ഫസ്റ്റ് പോയിന്റ്? G, H are the midpoints of the sides BC, CD, AD and AB respectively. നോക്ക, ഈ F, ഈ G, ഈ H ഇവരൊക്കെ ആരാണ്? ഈ 4 വശങ്ങളുടെ 4 സൈഡുകളുടെ മിഡ് പോയിന്റുകളാണ്, മധ്യബിന്ദുക്കളാണ്. ഇനി ബോർഡിലേക്ക് നോക്കിയിരിക്കാം. ഇവിടെ ബി എ സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ബി എ സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. നമ്മൾ ആരെ കൂടെ യോജിപ്പിച്ചു? ബി ഡി എന്ന് പറയുന്ന ഡയഗണലും കൂടി യോജിപ്പിച്ചു. ആരെ കൂടെ യോജിപ്പിച്ചു? ബി ഡി എന്ന് പറയുന്ന ഡയഗണലും കൂടെ യോജിപ്പിച്ചു. യോജിപ്പിച്ചു കഴിയുമ്പോൾ ഈ പടത്തിൽ കിട്ടുന്ന ഒരു ട്രയാങ്കിളിന്റെ പേരാണ് ബി എ സി. ബി എ ഈ ട്രയാങ്കിൾ ഇത് ട്രയാങ്കിളാണ് ബി എ. അതിനകത്ത് ജി എച്ച് എന്ന് പറയുന്നത് ബി ഡിയുടെ പകുതിയാണോ? ആണെങ്കിലാണ്, അല്ലെങ്കിൽ ഈ വരച്ചു വെച്ചിരിക്കുന്ന പടത്തിൽ ഞാൻ ആ ട്രയാങ്കിൾ മാത്രമായിട്ട് വരയ്ക്കാം. ഏത് ട്രയാങ്കിളാ? ബി എ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രമായിട്ട് വരയ്ക്കാം. ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ഡി, ഇത് എച്ച്, ഇത് ജി. ഇത് നോക്കേണ്ടത് ശരിയാവും. ആണ്. ജി എച്ച് എന്ന് പറയുന്നത് ആരുടെ പകുതിയാണ്? ബി ഡിയുടെ പകുതി. ഈ ട്രയാങ്കിളിലെ ഈ 2 സൈഡുകളുടെ മിഡ് പോയിന്റുകളെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന വര ജി എച്ചും ബി ഡിയും പാരലലായിരിക്കും. കൂടാതെ ജി എച്ചിന്റെ നീളം ബി ഡിയുടെ നീളത്തിന്റെ പകുതിയായിരിക്കും. ഇക്വേഷൻ നമ്പർ 1. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അവിടെ തിരിച്ചായിരുന്നു ബി എ സിക്ക് എന്താക്കണത്? ബി എ ഡി ആക്കണം. ബി എ സി എന്താക്കണം? ബി എ ഡി ആക്കണം. ഇനി ഈ ഡയഗണലിന്റെ താഴെ മറ്റൊരു ട്രയാങ്കിൾ ഇതുപോലെ, ഈ ഡയഗണലിന്റെ താഴെ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ബി സി. അതാണ്.
അപ്പൊ നമുക്ക് ബി സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ മാത്രമായിട്ട് വെച്ച് നോക്കാം. ഏത് ട്രയാങ്കിളാ? ബി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഇതിന് ബി, ഇതിന് ഡി, ഇത് സി, ഇതിന്റെ മിഡ് പോയിന്റ് ഇ, ഇതിന്റെ മിഡ് പോയിന്റ് എഫ്. ഈക്വൽ ബി ഡി ബൈ, കൂടാതെ ഇ എഫ് ആരോട് പാരലായിരിക്കും? ബി ഡിയോട് പാരലായിരിക്കും. ഇക്വേഷൻ നമ്പർ 2. From 1 and 2. From 1 and 2. GH BD യുടെ പകുതിയാണ്. EF ഉം BD യുടെ പകുതിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ GH equal നിങ്ങൾ ഈ പടത്തിൽ നോക്കി GH ഉം EF ഉം ആരാണ്? GH ഉം EF ഉം ആരാണ്? ഈ അകത്ത് വരച്ചു വെച്ചിരിക്കുന്ന കോട്ടിലാണ്ടറിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡുകളല്ലേ? അവരെങ്ങനെയാണ്? ഈക്വൽ. അപ്പൊ ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായി? ഈക്വൽ ആയി. പാരലോഗ്രാം ആകണമെങ്കിൽ എന്തുകൂടായാൽ മതി? GH ആരോട് പാരലല്ല? EF ആരോട് പാരലല്ല? അപ്പൊ GH ഉം EF എങ്ങനെ ആയിരിക്കും? കൂടാതെ GH ആരോട് പാരലലാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമായി, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമായി. അപ്പൊ ഈ അകത്ത് വരച്ചു വെച്ചിരിക്കുന്ന ആളായി. ഇനി ആരോട് പറയണ്ട? ഒരു ഐഡിയ പറയണ്ട. ഇത് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇപ്പൊ നിങ്ങള് BD എന്ന് പറയുന്ന ഡയഗണൽ വെച്ചിട്ടല്ലേ രണ്ട് ട്രയാങ്കിൾ ആക്കി ചെയ്തത്? അതിന് പകരം AC എന്ന് പറയുന്ന ഡയഗണൽ വരച്ചിട്ട് അതിന്റെ മുകളിലും അതിന്റെ താഴെയുമുള്ള രണ്ട് ട്രയാങ്കിൾ പരിഗണിക്കുമ്പോ ഈ രണ്ടെണ്ണം കിട്ടിയതിന് പകരമായിട്ട് ഈ രണ്ട് സൈഡ് പാരലലാണെന്നും അവർ രണ്ടുപേരും എന്താണെന്ന് കിട്ടും? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷിക്കുന്നത് മതി. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമായി, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമായി. അപ്പൊ അതാരായി മാറി? പാരലോഗ്രാമില്ലേ? ഹോൾ സ്റ്റാൻഡ് വായിച്ചു നോക്കിയേ. കേക്ക് മനസ്സിലായോ? Yes, sir. മനസ്സിലായി. അതിന്റെ കൂടെ ഒരു ചോദ്യം കൂടി ഉണ്ടല്ലേ? വായിച്ചാലേ. Explain what should be the original quadrilateral to get the inner quadrilateral as? 1 rhombus, 2 rectangle, 3 square. ഒന്നുകൂടെ വായിച്ചു ചോദ്യം. Explain what should be the original quadrilateral to get the inner quadrilateral as rhombus, rectangle, square. ചോദ്യത്തിന്റെ അർത്ഥം ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കിടക്കുന്ന ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം ആരാണെന്ന് കിട്ടി? പാരലോഗ്രാമാണെന്ന് കിട്ടി. ആരാണെന്ന് കിട്ടി? ഈ പാരലോഗ്രത്തിന് പകരം നമുക്ക് എന്തൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്? റോംബസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. റോംബസിന്റെ പ്രത്യേകത 4 സൈഡും ഈക്വലായ പാരലോഗ്രത്തിന് പറയുന്ന പേരാണ് റോംബസ്. മലയാളത്തിൽ സമഭുജ സാമാന്തരികം. രണ്ടാമത്തേത് റെക്ടാംഗിൾ. അകത്ത് കിടക്കുന്ന ക്വാഡ്രിലാറ്ററൽ ആരാകണം? റെക്ടാംഗിൾ ആകണം, ചതുരമാകണം. 3 അകത്ത് കിടക്കുന്ന ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം ആരാകണം? സ്ക്വയർ ആകണം. ഇങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമുണ്ട്. ആരും വിചാരിക്കണം? ആ വെളിയിലെ ക്വാഡ്രിലാറ്ററൽ വിചാരിക്കണം. വെളിയിലെ അതിൽ എന്തൊക്കെ മാറ്റം വരുത്തുമ്പോഴാണ് ഇവരെ ഓരോരുത്തരെ കിട്ടുന്നത് എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായോ? Yes, sir. ഓക്കെ. ക്ലാസ് ഇരിക്കുന്നവർക്ക് ചോദ്യം മനസ്സിലായോ? ഓക്കെ. നോക്കിയാട്ടെ എന്തോ ആൻസർ. ഒന്നാമത്തേത് റോംബസ്. ആദ്യം എന്ത് കിട്ടണം? റോംബസ് കിട്ടണം. റോംബസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആരാ റോംബസ് ആകണ്ടേ? EFGH എന്ന് അകത്ത് നമ്മുടെ പേര് കൊടുത്തു വെച്ചേക്കുന്ന ക്വാഡ്രിലാറ്ററലില്ലേ? അയാൾ ആരാകണമെങ്കിൽ റോംബസ്, സമഭുജ സാമാന്തരികം.
റോംബസ് സമഭുജ സമാന്തരികമാകണമെങ്കിൽ മാറ്റി വായിച്ചാട്ടെ. ആകണമെങ്കിൽ ഉണ്ട്. A quadrilateral with equal diagonals. Quadrilateral with ഈ quadrilateral ഏത് quadrilateral? വെളിയിലുള്ള വലിയ quadrilateral ഉണ്ടല്ലോ, അതിന്റെ ഡയഗണൽസിന്റെ ലെങ്ത് എന്ത് വരണം? ഈക്വൽ ആകണം. അപ്പോൾ EFGH എന്ന് പറഞ്ഞ അകത്ത് കിട്ടുന്ന quadrilateral ആരായിട്ട് മാറും? റോംബസ് ആയിട്ട് മാറും. ആരായിട്ട് മാറും? റോംബസ് ആയിട്ട് മാറും. ഇനി രണ്ടാമത്തെ ആരാകണം? ഇത് റെക്ടാംഗിൾ ആയി മാറണം. അകത്ത് കിട്ടിയിരിക്കുന്ന quadrilateral ആയിട്ട് മാറണം, റെക്ടാംഗിൾ ആയി മാറണമെന്നുണ്ടെങ്കിൽ ആ വലിയ quadrilateralന്റെ ഡയഗണൽസ് വെർട്ടിക്കൽ ആണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ വരച്ചു വെച്ചേക്കുന്ന BD-യും ഇനി വരയ്ക്കാൻ സാധ്യത ഉണ്ടായിരുന്ന AC-യും തമ്മിൽ കൂട്ടിമുട്ടുന്നിടത്ത് എത്ര ഡിഗ്രി ഉണ്ടാകണം? 90 ഡിഗ്രി ഉണ്ടാകുമ്പോ ഈ അകത്തെ ആരായിട്ട് മാറും? റെക്ടാംഗിൾ, ചതുരമായിട്ട് മാറും. ആരായിട്ട് മാറും? ഇനി മൂന്നാമത്തേത് പുള്ളിക്കാരൻ എന്താകണം? സ്ക്വയർ ആകണം. കാരണം അകത്തുള്ള ആളായിട്ട് മാറണം, സ്ക്വയർ ആകണം. സ്ക്വയർ ആകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയഗണൽസ് ഈക്വലും ആകണം, വെർട്ടിക്കലും ആകണം. ഏത് ഡയഗണലായിരിക്കുക? ഏത് ഡയഗണലായിരിക്കുക? വലുതിന്റെ ഡയഗണലാണ്. അപ്പൊ ഒന്നുകൂടെ, ഈ വലുതിന്റെ ഡയഗണൽസ് എന്തൊക്കെയായാൽ ഈക്വൽ ആയാൽ, തുല്യമായാൽ ഈ അകത്ത് കിടക്കുന്ന ആരായി മാറും? റോംബസ്. രണ്ടാമത്തെ, വലുതിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയി മാറിയാൽ അകത്തുള്ള ആരായി മാറും? റെക്ടാംഗിൾ ആയി മാറും. ആരായിട്ട് മാറും? അകത്തുള്ളയാള് പെർപെൻഡിക്കുലറും ഈക്വലും ആകുമ്പോൾ അയാൾ ആരായിട്ട് മാറും? സ്ക്വയർ ആയിട്ട്. ഡൗട്ട് ആർക്കെങ്കിലും ഇല്ല? ഡൗട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പോ വായിച്ചു നോക്കുക.